മഞ്ഞ ഓറഞ്ച് നിറങ്ങളിൽ പൂത്തുനിൽക്കുന്ന ചെണ്ടുമല്ലിച്ചെടികൾ, പൂക്കൾ തേടിയെത്തുന്ന ശലഭങ്ങൾ. രാവണേശ്വരത്ത് നിന്നാണ് നയനമനോഹരമായ കാഴ്ച. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തായി ഒരേക്കർ സ്ഥലത്താണ് പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയാണ് കൃഷി ഇറക്കിയത്. കരിമ്പിൽ കരുണാകരന്റെ കുടുംബമാണ് പൂക്കൃഷിക്കായി സ്ഥലം വിട്ടു നൽകിയത്. 1700 ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകളാണ് നട്ടത്. 11 പേർ ഒരുമിച്ച് അധ്വാനിച്ചപ്പോൾ ചെണ്ടുമല്ലി 100 മേനി വിളഞ്ഞു. നാട്ടുകാർ ഒത്തുകൂടി ഉത്സവാന്തരീക്ഷത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം വിളവെടുപ്പിന് തുടക്കം കുറിച്ചു. ഈ തിരുവോണത്തിന് രാവണേശ്വരം കാസർഗോഡിനും അതുപോലെ കേരളത്തിനും നൽകുന്ന ഏറ്റവും വലിയൊരു ഓണത്തിൻ്റെ സമ്മാനമാണ് യഥാർത്ഥത്തിൽ ഈ ചെണ്ടുമല്ലി കൃഷി. ഒരുപറ്റം ചെറുപ്പക്കാരുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ തിരുവോണത്തിന് മുമ്പ് വിളവെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പൂക്കളമൊരുക്കാൻ പൂ തേടി നിരവധി പേർ ഇപ്പോൾ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രധാനമായും ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഞങ്ങളിത് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ വിപണിയെപ്പറ്റി ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ വിപണനം ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ 1-2 ദിവസമായി നമ്മൾക്ക് അങ്ങനത്തെ ഒരു ആശങ്ക അത് മാറി. ഒരുപാട് പേര് നമ്മൾ ഈ പൂക്കൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. 7 ക്വിൻ്റൽ പൂക്കളെങ്കിലും വിളവെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്വയം സഹായ സംഘം പ്രവർത്തകർ. അജാനൂർ കൃഷിഭവൻ പൂക്കൃഷിക്ക് മാർഗനിർദ്ദേശവുമായി ഒപ്പം നിന്നു. പൂക്കൾ വാങ്ങിക്കുന്നതിനൊപ്പം പൂന്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമായി നിരവധി പേർ എത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.